അമിത ആത്മവിശ്വാസം ബി ജെ പിക്ക് തന്നെ തിരിച്ചടിയാവുന്ന കാഴ്ച ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. നേരത്തെ റോഡ് ഷോ ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു ബി ജെ പി ഡൽഹി നഗരത്തിലൂടെ. അതൊക്കെ പിന്നീട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും അനൌദ്യോഗികമായി ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. അതൊന്നും പക്ഷേ നടന്നില്ല. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള കാര്യം JDU അതേപോലെ TDP രണ്ടുപേർക്കും സ്പീക്കർ സ്ഥാനത്തോട് താല്പര്യമുണ്ട്. അത് വേണമെന്ന് ആവശ്യപ്പെടും ഇന്നത്തെ NDA യോഗത്തിൽ. അതൊന്നാമത്. രണ്ടാമത്, ഈ രണ്ടിലേതെങ്കിലും ഒരു കക്ഷികളെ അടർത്തിയെടുത്ത് രണ്ടാമത്തെ ആളുകളുമായി സംസാരിച്ച് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമോ എന്ന ആലോചന ഇപ്പുറത്ത് ഇന്ത്യ സഖ്യത്തിലുണ്ട്. സീതാറാം യെച്ചൂരി, ശരത് പവാർ എന്നിവരാണ് ആ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. അവർ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് ഇന്ത്യ സഖ്യ യോഗം. അതിലൊരു ധാരണ ഇത് സംബന്ധിച്ചെല്ലാം ഉണ്ടാവുകയും ചെയ്യും. എനിക്കിപ്പം ബാലഗോപാലുണ്ട്. NDA ഇന്ന് നടത്തുന്ന നീക്കങ്ങൾ എന്തൊക്കെയാവും? NDAയുടെ നിർണായകമായ യോഗം ഇന്ന് ചേരുന്നുണ്ട്. വൈകിട്ട് 3 മണിക്കാണ് ഈ യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി അല്പസമയത്തിനകം തന്നെ ചന്ദ്രബാബു നായിഡു ഈ ആന്ധ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുന്നതായിരിക്കും. ഉച്ചയോടുകൂടി ചന്ദ്രബാബു നായിഡു ഡൽഹിയിൽ എത്തുന്നതായിരിക്കും. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ഉച്ചയോടുകൂടി ഡൽഹിയിൽ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ രണ്ട് നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ രണ്ട് നേതാക്കളെ തന്നെയാണ് ഇന്ത്യ സഖ്യവും ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ JDU പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അതിന്റെ കാഴ്ച നമുക്ക് മുന്നിലുള്ളതാണ്. TDP പക്ഷേ ഈ ഒരു ഭരണം മാറി അല്ലെങ്കിൽ ഭരണം മാറുന്ന ഒരു അവസ്ഥയിലൊക്കെ ആദ്യം തന്നെ സഖ്യം വിട്ടപ്പുറം പോകാനുള്ള സാധ്യത. TDP 2018 വരെ പ്രതിപക്ഷത്തിനോട് ഒപ്പമായിരുന്നു. 2018 ഈ അന്ന് ആന്ധ്രയുടെ പ്രത്യേക പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തർക്കത്തിലാണ് TDP നരേന്ദ്രമോദിക്കെതിരെ വിമർശനം നടത്തിക്കൊണ്ട് പ്രതിപക്ഷ തീവ്രവാദി എന്ന് വിളിച്ചിട്ടാണ് പുറത്തേക്ക് പോയത്. അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് പാർട്ടികളുടെയും ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യത്തിലാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പുതുതായി ലഭിക്കുന്ന വിവരങ്ങളൊക്കെ അനുസരിച്ചാണെങ്കിൽ സ്പീക്കർ പദവി വളരെ നിർണായകമായി വരികയാണ്. കാരണം സ്പീക്കർ സ്ഥാനത്തേക്കുള്ള അവകാശവാദം ഈ പാർട്ടികൾ ഉന്നയിച്ചിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. BJP ഒരു കാരണവശാലും സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തരുത്, സ്പീക്കർ പദവിയിൽ BJP നേതാവ് എത്തരുത് എന്നതാണ് ഈ പാർട്ടികളുടെ ആവശ്യം. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ BJPക്ക് സ്പീക്കർ സ്ഥാനം ലഭിക്കുകയാണെങ്കിൽ BJP സ്വാഭാവികമായും മറ്റ് പാർട്ടികളെ പുലർത്താനുള്ള ഒരു ശ്രമം ഉണ്ടാകും. 32 MP-മാരുടെ കുറവ് 272 എന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുവാൻ BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെ BJP നിലവിൽ ലക്ഷ്യം വയ്ക്കുന്നത് ഇങ്ങനെ ഈ മറ്റു പാർട്ടികളെയൊക്കെ പുലർത്താനുള്ളൊരു ശ്രമം ഉണ്ടാകുമെന്ന ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം. മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലും ഒക്കെ നമ്മൾ കണ്ടതാണ് സ്പീക്കർമാരെ ഉപയോഗിച്ച് എങ്ങനെയാണ് പാർട്ടികളെ പുലർത്തുകയും അതിനുശേഷം ഈ സർക്കാരുകൾക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തതെന്ന്. ആ സാഹചര്യത്തിൽ ചന്ദ്രബാബു നായിഡുവും JDUവും സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആ സ്പീക്കർ സ്ഥാനത്തേക്കൊക്കെ ഈ പാർട്ടികളുടെ നോമിനികൾ വരികയാണെങ്കിൽ അത് BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു കാര്യം തന്നെയായിരിക്കും. BJPയുടെ നീക്കങ്ങൾ നേരത്തെ അറിഞ്ഞ ഒരു മുഴുവൻ മുമ്പ് എറിയുകയാണ് ഈ പാർട്ടികൾ ചെയ്യുന്നത്. എന്തായാലും ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഡൽഹിയിൽ ചേരുകയാണ്. ആ യോഗത്തിൽ പങ്കെടുക്കേണ്ട പ്രധാനപ്പെട്ട നേതാവാണ് KC വേണുഗോപാൽ. അദ്ദേഹം അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, ഒരുപക്ഷെ മമതാ ബാനർജി, തമിഴ്നാട്ടിൽ നിന്ന് TR ബാലു ഉൾപ്പെടെയുള്ള നേതാക്കളെത്തും. മറ്റെല്ലാ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം യോഗത്തിൽ പങ്കെടുക്കും. എങ്ങനെ മുന്നോട്ട് പോകണം, പ്രതിപക്ഷത്തിരിക്കുകയാണെങ്കിൽ ആര് പ്രതിപക്ഷ നേതാവ് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഇന്ത്യ സഖ്യത്തിന് മുന്നിലുണ്ട്. ഈ സർക്കാർ രൂപീകരണവുമായും തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് ഇന്ത്യ സഖ്യ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ശരത് പവാറും ഡൽഹിയിൽ എത്തുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ ശരത് പവാറും ചന്ദ്രബാബു നായിഡുവും ഏതാണ്ട് ഒരേ സമയത്താണ് ഡൽഹി വിമാനത്താവളത്തിൽ എത്തുന്നതെന്നാണ്. തുടർന്ന് രണ്ട് വ്യത്യസ്തമായ വഴികളിലേക്കാണ് പോകുന്നതെങ്കിലും ആ രണ്ട് നേതാക്കളുമായിരിക്കും ഇന്ത്യയുടെ ശ്രദ്ധ മുഴുവൻ. രണ്ട് വ്യത്യസ്തമായ വഴികളാണ് പോകുന്നതെങ്കിലും പിന്നീട് അവർ ഒരുമിക്കുമോ, ചർച്ച നടത്തുമോ, അതിലെന്ത് തീരുമാനം ഉണ്ടാകും ഒക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. എന്തായാലും ഇന്ന് ഡൽഹി കേന്ദ്രീകരിച്ച് ചർച്ചകൾ പുരോഗമിക്കും. വൈകിട്ട് 3 മണിക്ക് NDA യോഗം, 6 മണിക്ക് ഇന്ത്യ യോഗം, അതിനുശേഷം തീരുമാനങ്ങൾ നമുക്കറിയാൻ കഴിയും.